സ്വരമായി ലയമായി ഇമ്പമായി തുമ്പമൺ. സ്വരമായി ലയമായി ഇമ്പമായി തുമ്പമൺ. സുവിശേഷത്തിൻ ലയമായി തുമ്പമൺ. സ്വരമായി ലയമായി ഇമ്പമായി തുമ്പമൺ. സ്നേഹത്തിൻ 150 തുമ്പമൺ. സ്വരമായി ലയമായി ഇമ്പമായി തുമ്പമൺ. ഹൃദയേ തെളിയും തളിരായി തുമ്പമൺ. സ്വരമായി ലയമായി ഇമ്പമായി തുമ്പമൺ. മലങ്കര സഭയുടെ ഉരുക്ക് കോട്ട. ഈ തുമ്പമൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അറിയത്തില്ല. എന്നുള്ള വാക്കിന് അർത്ഥം എനിക്ക് അറിയാമായിരുന്നു. ഇപ്പൊ ഞാൻ അറിയത്തില്ല. തുമ്പമൺ അഥവാ തുമ്പോൺ മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാന മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രമായിരുന്നു. കരിമ്പ്, നെല്ല്, പഞ്ഞപ്പുല്ല്, എള്ള്, ചാമ തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നതും പാണ്ടിനാടുമായി നേരിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതുമായ സ്ഥലം. തുമ്പമണ്ണിന്റെ അർത്ഥം തുമ്പപ്പൂ നിൽക്കുന്ന മണ്ണ്. തുമ്പച്ചെടി സമൃദ്ധമായി വളർന്നിരുന്ന പ്രദേശമായതിനാലാണ് സ്ഥലനാമം തുമ്പമൺ ആയതെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചെന്നീർക്കരയുടെയും പന്തളം രാജാവിൻ്റെയും ഒരു ബോർഡർ ആയതുകൊണ്ട് തുമ്പ് അങ്ങനെയും ഉണ്ട്. പന്തളം ചെന്നീർക്കര നാട്ടുരാജ്യങ്ങളുടെ അതിര് അഥവാ തുമ്പ് ആയി കരുതുന്ന സ്ഥലമായതിനാൽ തുമ്പമൺ ആയി എന്ന് പറയുന്നവരുമുണ്ട്. യുദ്ധകാലത്ത് പന്തളം രാജ്യത്തിൻ്റെ അതിർത്തിയായ തുമ്പമണ്ണിൽ ഒരു സൈനിക താവളവും ഉണ്ടായിരുന്നു. സകലവും ഉറവ പൊട്ടുകയും എല്ലാം വിലയം പ്രാപിക്കുകയും ചെയ്യുന്ന വിശ്വരൂപം. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ സുവിശേഷത്തിൻ്റെ അരുളുകൾ ദേഹവാഹിയാക്കി ഉലകം ചുറ്റിയ നാൾ മുതൽ ആ ജ്ഞാനമാർഗത്തെ ആദരവോടെ സ്വീകരിച്ച ഭാരതത്തിലും സുവിശേഷത്തിന് ഒരു ഇരിപ്പിടമുണ്ടായി. ഇനി കാട്ടിനകത്ത് ഒരു പുരാതന ദേവാലയം കാണാം. ഭാരതത്തിലെ 7.5 പള്ളികളിലൊന്ന് നിലയ്ക്കൽ. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായതും കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും ആദരിക്കുന്നതുമായ ഒരിടം. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയാലോ? മാർത്തോമാ ശ്ലീഹായുടെ നസ്രാണി മാർഗം വസന്തം വിരിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് പമ്പാ നദിക്ക് തെക്കും കക്കട്ടാറിന് വടക്കുമുള്ള നിലയ്ക്കൽ പ്രദേശം. ഇത് നിലയ്ക്കൽ പട്ടണമായിരുന്നു, ജനവാസം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇത് പാണ്ടിപ്പട അക്രമകാരികൾ, കൊള്ളക്കാരുടെ അക്രമം ഉണ്ടായിരുന്നു. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. ഇവിടുന്ന് പൂർവ്വപിതാക്കന്മാർ പോയ സ്ഥലം കടമ്പനാട്, കാഞ്ഞിരപ്പള്ളി, നിരണം പ്രദേശത്തോട്ട് പോയവരാണ്. ഇവിടെ ഒരു ദേവാലയം പണിയാൻ സ്ഥാനപ്പെട്ട് ഇവിടെ കല്ലിടുകയും ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊരു കൊടും കാടാണ്. ഒരു കാലത്ത് ക്രൈസ്തവ ചരിത്രം സ്പന്ദിച്ചിരുന്ന ഒരിടം. തുമ്പമണ്ണിൻ്റെ ചരിത്ര വഴികളും ഇവിടെ നിന്ന് തന്നെയാണ്. നിലയ്ക്കലിൽ നിന്നും പാണ്ടിപ്പടയുടെയോ പ്രകൃതിക്ഷോഭത്തിൻ്റെയോ പ്രതികൂലതയിൽ 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ ഒരു വലിയ പലായനവും കടമ്പനാട്ടേക്ക് കുടിയേറ്റവും ഉണ്ടായി. പ്രധാന കേന്ദ്രങ്ങളായ തുമ്പമൺ, വെൺമണി, ഓമല്ലൂർ, മാക്കാങ്കുന്ന് എന്നിവിടങ്ങളിലേക്ക് നസ്രാണികൾ കുടിയേറി. ഒപ്പം പുരാതന ദൈവാലയങ്ങളും സ്ഥാപിതമായി. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ കാൽ പതിഞ്ഞ മണ്ണാണിത്. ഇവിടെ ഇരിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം മനസ്സിലേക്ക് ഓടിയെത്തുന്നു. രാജകീയ വിളംബരത്തോടെ ജാതിക്ക് കർത്തവ്യന്മാരും അർക്കദിയാക്കവന്മാരും മർത്തോമാമാരും മലങ്കര മെത്രാപ്പൊലീത്തമാരും അന്നുവരെ മലങ്കര സഭയുടെ ഭരണം നിർവഹിച്ചിരുന്നു. എന്നാൽ സുന്നഹദോസിന് ശേഷം മലങ്കര സഭയെ കൊല്ലം, നിരണം, തുമ്പമൺ, കോട്ടയം, കണ്ടനാട്, അങ്കമാലി, കൊച്ചി എന്നിങ്ങനെ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ചു. ഓരോ ഭദ്രാസനത്തിനും പ്രത്യേകം മെത്രാപ്പൊലീത്തയെ ഭരണച്ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. കിഴവള്ളൂർ, പന്തളം, റാന്നി, അയിരൂർ, കാട്ടൂർ, കല്ലിച്ചേരി, കൈപ്പട്ടൂർ, ഓമല്ലൂർ, തുമ്പമൺ, കുടശനാട്, ചന്ദനപ്പള്ളി, പുത്തൻകാവ്, ചെങ്ങന്നൂർ, മാക്കാങ്കുന്ന് എന്നിങ്ങനെ ഈ ഭദ്രാസന പ്രവിശ്യയിലെ 14 പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ മുളന്തുരുത്തി സുന്നഹദോസിൽ പങ്കെടുത്ത് സുന്നഹദോസ് നിശ്ചയങ്ങളിൽ ഒപ്പുവെച്ചതായി ചരിത്രരേഖകളിലുണ്ട്. നാം കരുതുന്നത് പോലെ ഒരു മെത്രാൻ സംഘമായിരുന്നില്ല നസ്രാണി ദൈവാലയങ്ങളിലെ പ്രതിപുരുഷന്മാരുടെ സഭയായിരുന്നു മുളന്തുരുത്തി സുന്നഹദോസ്.
സുന്നഹദോസ് വിളിച്ചുകൂട്ടിയ പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടായിരുന്നു. മലങ്കര മെത്രാപ്പൊലീത്തയ്ക്കാകട്ടെ ക്രമീകൃത ഭരണത്തിനുള്ള പദ്ധതിയും. 103 പള്ളികളാണ് 1876 കൂടിയ മുളന്തുരുത്തി സുന്നഹദോസിൽ പങ്കെടുത്തത്. ഓരോ പള്ളിയും അന്ത്യോഖ്യ സിംഹാസനത്തിന് വിധേയത്വം പ്രഖ്യാപിച്ച് രജിസ്റ്റർ ചെയ്ത ഉടമ്പടികൾ പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസിന് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ പുലിക്കോട്ടിൽ തിരുമേനിയാകട്ടെ സഭയ്ക്ക് കെട്ടുറപ്പുണ്ടാക്കുവാനും നവീകരണ ആശയങ്ങളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനും ലക്ഷ്യമിട്ടു. ഇതിനായി ഓരോ ഇടവകയിലും ആവശ്യം വേണ്ടുന്ന രജിസ്റ്ററുകൾ ഉണ്ടാകണമെന്നും കൂദാശകളും യോഗങ്ങളും തീരുമാനങ്ങളും രേഖാപൂർവമാകണമെന്നും പള്ളി പ്രതിനിധികളുടെ വലിയ പാർലമെൻറ്റായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനും പ്രധാന സമിതിയായ മാനേജിംഗ് കമ്മിറ്റിയും ഉണ്ടാകണമെന്നും നിർദ്ദേശിച്ചു. 1876 മുതൽ 1883 വരെ പാമ്പാക്കുട ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയാണ് ഭദ്രാസന ചുമതല വഹിച്ച ആദ്യ മെത്രാപ്പൊലീത്ത. ചിത്രങ്ങളോ ചരിത്രങ്ങളോ കൗതുകത്തോടെ പ്രചരിക്കപ്പെടാതിരുന്നൊരു കാലം. തുമ്പമണ്ണിന്റെ ആദ്യ മെത്രാപ്പൊലീത്തയുടെ ചിത്രം നമുക്കിന്നും അന്യമാണ്. അഭിവന്ദ്യ തിരുമേനി 1876 വടക്കൻ പറവൂർ പള്ളിയിൽ മെത്രാപ്പൊലീത്ത സ്ഥാനം സ്വീകരിക്കുകയും പാമ്പാക്കുള പള്ളിയിൽ താമസിച്ച് വൈദിക വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുകയും വന്ധ്യപിതാവ് തുമ്പമൺ ഭദ്രാസനത്തിലെ പള്ളികൾ സന്ദർശിക്കുകയും വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. തുമ്പമണ്ണിൻ്റെ പ്രഥമ ഇടയൻ 1883 മാർച്ച് 12 കാലം ചെയ്ത് പാമ്പാക്കുട പള്ളിയിൽ കബറടക്കപ്പെട്ടു. തുമ്പമണ്ണിൻ്റെ മഹാഭാഗ്യമായി പിന്നീട് ഭദ്രാസന ചുമതലയേറ്റത് പരുമല പുണ്യവാളനായിരുന്നു. 1883 മുതൽ 1902 വരെ ഭദ്രാസനത്തെ നയിച്ചത് പരിശുദ്ധ പരുമല തിരുമേനിയായിരുന്നു. തുമ്പമൺ ഭദ്രാസനം എന്ന പേരിന്റെ ഈറ്റില്ലമാണ് ഈ ദേവാലയം. ഈ പള്ളിയിൽ നിന്ന് പ്രതിനിധികൾ മുളന്തുരുത്തി സുന്നഹദോസിൽ പങ്കെടുത്തതായി ചരിത്രരേഖയിൽ പറയുന്നുമുണ്ട്. പരിശുദ്ധ പരുമല തിരുമേനിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചരിത്രങ്ങൾ ഈ ദേവാലയത്തിന് പറയുവാനുണ്ട്. തുമ്പോണിന്റെ ഇടയനായിരുന്നപ്പോൾ പരിശുദ്ധ പരുമല തിരുമേനി താമസിച്ചിരുന്ന ഇടമാണിത്. തിരുമേനിയുടെ കിടക്ക, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഇവയെല്ലാം ഒരു നിധി പോലെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിലെ ആപൽഘട്ടങ്ങളിൽ, വിശേഷിച്ചും 1885 തുമ്പമൺ പ്രദേശത്ത് വസൂരി രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം എല്ലാ ഭവനങ്ങളിലും എത്തി പ്രാർത്ഥിക്കുകയും ജനങ്ങളെ ആശ്വസിപ്പിക്കുകയും അഭിവന്ദ്യ തിരുമേനിയുടെ പ്രാർത്ഥനയാൽ രോഗം നീങ്ങിപ്പോവുകയും ചെയ്തു. നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ഉയർച്ചയ്ക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തിരുവല്ലയിലും തുമ്പമണ്ണിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചു. 1902 നവംബർ 2 ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പിതാവ് പരുമല സെമിനാരിയിൽ കബറടക്കപ്പെട്ടു. അക്കാലത്ത് രാജകീയ വിളംബരത്തോടെയാണ് നസ്രാണികളുടെ ഏക തലവൻ ഈ വിശുദ്ധ സമൂഹത്തെ നയിച്ചിരുന്നത്. അപ്രകാരം ഏകനായകനും നേതാവും ഇടയനുമായിരുന്ന മലങ്കര മെത്രാപ്പൊലീത്ത പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസിയോസ് മലങ്കരയുടെ യുഗപുരുഷനായിരുന്നു. 1902 മുതൽ 1909 വരെ ഈ ഭദ്രാസനത്തെ നയിച്ചത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്തയാണ്. 1865 മെത്രാപ്പൊലീത്ത സ്ഥാനം സ്വീകരിച്ച വന്ധ്യപിതാവ് സഭയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൻ്റെ കടന്നാക്രമണത്തെ അതിജീവിക്കുവാൻ ശ്രമിച്ച അദ്ദേഹം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു. 1909 ജൂലൈ 11 കാലം ചെയ്ത വന്ധ്യപിതാവ് കോട്ടയം പഴയ സെമിനാരി ചാപ്പലിൽ കബറടക്കപ്പെട്ടു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശില്പി പരിശുദ്ധ വട്ടശ്ശേരിയിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത മലങ്കര സഭ നിയമസംഹിത വിഭാവനം ചെയ്ത് കാതോലിക്കേറ്റിനായി പ്രയത്നിച്ച ഒരാൾ. 1909 മുതൽ 1913 വരെ ഭദ്രാസനത്തെ നയിച്ചത് പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്ത ആയിരുന്നു. 1908 മെയ് 11 യെറുശലേമിൽ വെച്ച് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട വന്ധ്യപിതാവ് 1909 പുലിക്കോട്ടിൽ തിരുമേനി കാലം ചെയ്തപ്പോൾ മലങ്കര മെത്രാപ്പൊലീത്തയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സഭാ ഭരണഘടനാ ശില്പിയും ക്രാന്തദർശിയും
കർമ്മനിരതനുമായ അദ്ദേഹം 1934 ഫെബ്രുവരി 28 കാലം ചെയ്തു. പരിശുദ്ധ പിതാവിൻ്റെ കബറിടം പഴയ സെമിനാരിയിൽ സ്ഥിതി ചെയ്യുന്നു. 1913 മുതൽ 1925 വരെ ഈ ഭദ്രാസനത്തെ നയിച്ചത് കരോട്ട് യുയാക്കിം മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത ആയിരുന്നു. 1913 യുയാക്കിം മാർ ഇവാനിയോസ് എന്ന പേരിൽ ചെങ്ങന്നൂർ പള്ളിയിലാണ് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടത്. അഭിവന്ദ്യ പിതാവിൻ്റെ ആസ്ഥാനം പരുമലയായിരുന്നു. മുളന്തുരുത്തി കാർമേൽ ദയറായും മാവേലിക്കര സെമിനാരിയും ഈ പിതാവിൻ്റെ ഉത്സാഹത്താൽ പണി കഴിപ്പിച്ചവയാണ്. 1925 ജൂൺ 6 കാലം ചെയ്ത പുണ്യപിതാവിൻ്റെ കബറിടം പരുമലയിൽ സ്ഥിതി ചെയ്യുന്നു. 1918 മുതൽ ചരിത്രപ്രസിദ്ധമായ മധ്യ തിരുവിതാംകൂർ കൺവെൻഷൻ ആരംഭിച്ചു. ഭദ്രാസന സുവിശേഷ സംഗമം എന്ന നിലയിൽ മാക്കാംകുന്നിൽ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ അനുഗ്രഹാശിസ്സുകളോടെ ആയിരുന്നു തുടക്കം. 3 നോമ്പ് ദിനങ്ങളിൽ കണ്ണീരാൽ നനഞ്ഞും ആത്മാവിൽ അനുതപിച്ചും വിശ്വാസികൾ ഒരുമിച്ച ഇടം. തിരുവചനത്തിന്റെ ഇരവ് പകലുകൾ ആഘോഷിക്കപ്പെടുന്ന ഈ ഭദ്രാസനത്തിൽ ആത്മീയ ചൈതന്യത്തിന്റെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ദൈവാലയം മാക്കാംകുന്ന് പള്ളി. അങ്ങനെ നമ്മൾ ദേവലോകത്തെത്തിയിരിക്കുന്നു. പൗരസ്ത്യ കാതോലിക്ക സിംഹാസനത്തിന്റെ അനുഗ്രഹ കടാക്ഷവും മലങ്കര നസ്രാണികളുടെ ഇടയ പ്രഭുവുമായ പരിശുദ്ധ ബാവാമാരുടെ ആസ്ഥാനം. 1925 മുതൽ 1930 വരെ ഭദ്രാസനത്തെ നയിച്ചത് അഭിവന്ദ്യ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയായിരുന്നു. 1912 മെത്രാപ്പൊലീത്തയായി വാഴിക്കപ്പെട്ട അദ്ദേഹം കൊല്ലം, നിരണം ഭദ്രാസനങ്ങളുടെയും പിന്നീട് 1925 തുമ്പമൺ ഭദ്രാസനത്തിൻ്റെയും ചുമതല ഏറ്റെടുത്തു. അഭിവന്ദ്യ തിരുമേനിയുടെ കാലത്താണ് ഭദ്രാസന ആസ്ഥാനം പത്തനംതിട്ടയിലേക്ക് മാറ്റി ഇപ്പോൾ അരമന നിൽക്കുന്ന ഇടത്ത് കെട്ടിടം പണിതത്. നിയുക്ത കാതോലിക്ക സ്ഥാനം ഏൽക്കുന്നതുവരെ അവിടെ താമസിച്ച് ഭദ്രാസന കാര്യങ്ങൾ ക്രമപ്പെടുത്തി. 1929 ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ എന്ന അഭിധാനത്തിൽ പൗരസ്ത്യ കാതോലിക്കയായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭരണകാലം സംഭവ ബഹുലമായിരുന്നു. 1958 സുപ്രീം കോടതി വിധിയിലൂടെ സഭയെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. 1964 ജനുവരി 3 കാലം ചെയ്ത പരിശുദ്ധ പിതാവിൻ്റെ കബറിടം ദേവലോകത്ത് സ്ഥിതി ചെയ്യുന്നു. 1930 മുതൽ 1951 വരെ ഭദ്രാസനത്തെ നയിച്ച പുത്തങ്കാവിൽ ഗീവർഗീസ് മാർ ഫീലക്സിനോസ് തിരുമേനി, മലങ്കരയുടെ ഗാനകോകിലം. ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ബലമുള്ള അടിത്തറ പാകിയ മഹത് വ്യക്തിയാണ് പുത്തൻകാവിൽ തിരുമേനി. പത്തനംതിട്ടയിലും പുത്തൻകാവിലും സഭയ്ക്ക് വേണ്ടി അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചു. വൈദികരുടെ സ്ഥലമാറ്റവും ശമ്പളവും നിശ്ചയിച്ച് നടപ്പിലാക്കി. റീത്ത് പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും സഭയെ ഒരു പരിധിവരെ രക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് ചിട്ടയും അടുക്കും നൽകിയ അദ്ദേഹം ബേസിൽ, ഓതറ, ദയറാകൾ സ്ഥാപിച്ചു. ആത്മീയ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രമായി തുമ്പമൺ മർത്തമറിയം മന്ദിരവും. അദ്ദേഹം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ച കാതോലിക്കറ്റിൻ്റെ ഒരു കാവൽപ്പടനായിരുന്നു. തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനം പത്തനംതിട്ടയിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. പത്തനംതിട്ട കാതോലിക്കറ്റ് ഹൈസ്കൂളിൻ്റെ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു. പിന്നിനായ ദാനിയന്മാർ ഫീലക്സിനോസ് തിരുമേനിയെ സംബന്ധിച്ച് പുത്തങ്കാവ് തിരുമേനി പറഞ്ഞിരുന്നത്, ഐ ആം ദ കോൺകറർ, യു ഹാവ് ടു കൺസോളിഡേറ്റ് ദ ഡയോസിസ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായാണ് മലങ്കര സഭയിൽ ഇദം പ്രഥമമായി കാത്തോലിക്കേറ്റ് കോളേജ് സ്ഥാപിതമാകുന്നത്. 1951 ഏപ്രിൽ 17 കാലം ചെയ്ത അദ്ദേഹത്തെ പുത്തൻകാവ് പള്ളിയിൽ കബറടക്കിയിട്ടുണ്ട്. 1951 മുതൽ 53 വരെ ഈ ഭദ്രാസനത്തെ നയിച്ചത് ഔഗേൻ മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത ആയിരുന്നു. 1927 യെരുശലേമിൽ തിമോത്തിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി വാഴിക്കപ്പെട്ട ശേഷം പിറവം സെമിനാരിയിലും മൂവാറ്റുപുഴ അരമനയിലും താമസമാക്കി.
പുത്തൻകാവിൽ കൊച്ചു തിരുമേനി കാലം ചെയ്തപ്പോൾ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരനായി ബേസിൽ അരമനയിൽ താമസിച്ച് ഭരണസാരഥ്യം വഹിച്ചു. 1962 നിരണത്ത് കൂടിയ മലങ്കര അസോസിയേഷൻ അദ്ദേഹത്തെ കാതോലിക്കയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുകയും 1964 മെയ് 22 കാതോലിക്കയായി അഭിഷേകം ചെയ്യപ്പെടുകയുമുണ്ടായി. സഭയുടെ വളർച്ചയിൽ ഗണ്യമായ പങ്കുവഹിച്ച അഭിവന്ദ്യ തിരുമേനി 1975 ഡിസംബർ 8 കാലം ചെയ്തു. ദേവലോകം അരമനയിൽ അദ്ദേഹത്തെ കബറടക്കി. 1953 മുതൽ 1990 വരെ തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്നത് അഭിവന്ദ്യ ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനിയാണ്. 1953 മെയ് 15 അദ്ദേഹം എപ്പിസ്കോപ്പ് ആകുന്നത്. പുത്തൻകാവിൽ തിരുമേനിയുടെ പിൻഗാമിയായി തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. 1951 കാത്തോലിക്കേറ്റ് കോളേജ് സ്ഥാപിതമായപ്പോൾ അതിൻ്റെ പ്രഥമ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം. തുമ്പമൺ ഭദ്രാസനത്തെ മലങ്കര സഭയിലെ മാതൃകാ ഭദ്രാസനമാക്കി തീർത്തതിൽ നിർണായക പങ്കുവഹിച്ചു. പുത്തൻകാവിൽ തിരുമേനി തുടങ്ങിവെച്ച ബേസിൽ ദയറായുടെ 4 കെട്ടിൻ്റെ പണി പൂർത്തീകരിക്കുകയും അരമന ചാപ്പൽ, ഓഫീസ് സമുച്ചയം എന്നിവ പുതുതായി പണി കഴിപ്പിക്കുകയും ചെയ്തു. മൈലപ്ര മാർ പീലക്സിനോസ് ITC മർത്തമറിയം മന്ദിരത്തോടനുബന്ധിച്ച് സ്കൂൾ ഇവ ആരംഭിച്ചു. പുത്തൻകാവിൽ തിരുമേനി സ്ഥാപിച്ച സംരംഭങ്ങൾക്കെല്ലാം അടുക്കും ചിട്ടയും നൽകി അതിൻ്റെ പ്രവർത്തനങ്ങളെ വ്യാപകമാക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. ഭഗസ്മരണാനഹ ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി ഒരു മാതൃകാധ്യാപകൻ എന്നുള്ള നിലയിലും ഒരു ഗെയിം സൂപ്പറിന്, ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയിലും പ്രശസ്തനായിരുന്നു. 58 മുതൽ ഞാൻ 6 വർഷം, 64 ഞാൻ അച്ഛനാകുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഷമ്മാസിനായി നടന്നു. ഇത്ര സഭാവിശ്വാസം മറ്റൊരുത്തരിലും എനിക്ക് ആ സമയത്ത് ഇന്നും കാണാൻ സാധിച്ചിട്ടില്ല. വളരെ കർക്കശമായി സഭാവിശ്വാസം പാലിക്കുന്നതിലും വൈദികരെ അത് പാലിപ്പിക്കുന്നതിനും വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അദ്ദേഹം മെത്രാർജനായി കഴിഞ്ഞ് ആദ്യമായിട്ട് കൂടിയ വൈദിക മീറ്റിങ്ങിൽ വൈദികർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളൊരു കൽപ്പന എൻ്റെ കൈവശമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും രേഖകൾ സൂക്ഷിക്കുക, പ്രതിമാസ ഡയറി എഴുതി സൂക്ഷിക്കുക, ഇടവക ദൂരെയായാലും സമീപത്തായാലും അവിടെ നേരത്തെ തന്നെ തലേദിവസം തന്നെ പോയി താമസിച്ച് എല്ലാ ഇടവക്കാരെയും കാണുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ശുശ്രൂഷകൾ ഭംഗിയായും ഭക്തിയോടുകൂടെ നടത്തണമെന്നുള്ള നിർദ്ദേശ കൽപ്പനകൾക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. 1990 ഡിസംബർ 13 ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട അഭിവന്ദ്യ തിരുമേനി സെൻറ്റ് ബേസിൽ ചാപ്പലിൽ കബറടക്കപ്പെട്ടു. സഭ എന്ന വിശാല കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിരുന്ന പിതാവ് തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്കൂളുകളും കോളേജുകളും സഭയ്ക്ക് വിട്ടുകൊടുക്കുകയുണ്ടായി. പ്രതിബദ്ധതയുടെ പ്രവാചകന്റെ മണ്ണാണിത്. ആധുനിക ചരിത്രം ഇതൾ വിരിയുന്നിടം. 1991 മുതൽ 2009 വരെ ഭദ്രാസനത്തെ നയിച്ചത് ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയായിരുന്നു. 1985 മെയ് 15 മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 1985 ഓഗസ്റ്റ് 1 മുതൽ തുമ്പമൺ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്തയായും 1990 ഡിസംബർ 13 ശേഷം ഭദ്രാസനത്തിൻ്റെ പൂർണ്ണ ചുമതലയിലേക്കും പ്രവേശിച്ചു. ഭദ്രാസനത്തിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കി നവനൂറ്റാണ്ടിൻ്റെ ദർശനത്തോടെ അനവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. തണ്ണിത്തോട്ടിൽ വന്ദ്യനായ PA ശാമുവേലച്ചൻ നൽകിയ കെട്ടിടത്തിൽ സെയിൻറ്റ് ആൻ്റണീസ് ആശ്രമം ആരംഭിച്ചു. മാർ പീലക്സിനോസ് സ്മാരക മന്ദിരം, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള പ്രകാശധാര സ്കൂൾ, സ്ത്രീകളുടെ സ്വയം തൊഴിൽ സംരംഭമായ വികാസ് ലേഡീസ് ടൈലറിംഗ് കോച്ചിംഗ് സെൻറ്റർ, സെൻറ്റ് തോമസ് ബുക്ക് ഡിപ്പോ, വയോജനങ്ങൾക്കായുള്ള മാർ ഗ്രിഗോറിയോസ് ശാന്തി നിലയം എന്നീ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രവാചകനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഭദ്രാസനത്തിലെ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങൾക്ക് ചൈതന്യം പകരുവാനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സുവിശേഷ ദൗത്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുവാനും ശ്രദ്ധിച്ചു. തുമ്പമൺ മർത്താമറിയ മന്ദിരം ഒരു കോൺവെൻ്റായി ഉയർത്തുകയും
അവിടെ പണിതുയർത്തിയ മന്ദിരത്തിൽ നഴ്സറി സ്കൂൾ, പ്രൈമറി സ്കൂൾ, തയ്യൽ സ്കൂൾ എന്നിവ ആരംഭിക്കുകയും ചെയ്തു. ഭവനദാന പദ്ധതി, വൈദ്യസഹായ പദ്ധതി, വിദ്യാഭ്യാസ സഹായ പദ്ധതി, സ്വയം തൊഴിൽ പദ്ധതി, വിവാഹ സഹായ പദ്ധതി, സാമ്പത്തിക ക്ഷേമനിധി തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ അനേകർക്ക് ആശ്വാസം നൽകി. കർമ്മനിരതമായ ജീവിതം പൂർത്തീകരിച്ച് 2009 ജനുവരി 21 അദ്ദേഹം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഖബറിടം സെന്റ് ബേസിൽ ചാപ്പലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. 2009 മുതൽ 2023 വരെ ഭദ്രാസനത്തെ നയിച്ചത് അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പൊലീത്തയാണ്. 1991 ഏപ്രിൽ 30 മെത്രാപ്പൊലീത്തയായി അഭിഷിക്തനായ അദ്ദേഹം സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്നു. അഭിവന്ദ്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തതിനെ തുടർന്നാണ് തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലേക്ക് എത്തുന്നത്. മാർ യൗസേബിയോസ് പാലിയേറ്റീവ് കെയർ സെൻറ്റർ, ഡയാലിസിസ് സെൻറ്റർ, തട്ട സെൻറ് മേരീസ് സ്നേഹഭവൻ, അങ്ങാടിക്കൽ മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയം, സാന്ത്വനം മെഡിക്കൽ സ്റ്റോർ, താവളപ്പാറ സെൻറ് തോമസ് കോളേജ്, വാഴമുട്ടം പീടികയിൽ ഫാദർ ജോഷുവ മെമ്മോറിയൽ സെൻറ്റർ എന്നിവയും മാരാമണ്ണിൽ സമഷ്ടി സെൻറ്ററും മേക്കുഴൂരിൽ വാങ്ങിയ റബ്ബർ പ്ലാന്റേഷനും കോന്നി ഓർത്തഡോക്സ് സെൻറ്ററിനുള്ള സ്ഥലവും തിരുമേനിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ആരംഭിച്ചിട്ടുള്ളതാണ്. ഭദ്രാസനത്തിൽ ദശാംശ പദ്ധതി ആരംഭിക്കുകയും അതുവഴി ചികിത്സാ, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, വിവാഹം ഇവയ്ക്കെല്ലാം സഹായധനം നൽകുകയും ചെയ്തു. മാരാമൺ സമഷ്ടി സെൻറ്ററിൽ ജൈവ കൃഷി, മീൻ വളർത്തൽ, കന്നുകാലി വളർത്തൽ, ഔഷധത്തോട്ടം, അപൂർവ മരങ്ങൾ എന്നിവ പരിപാലിക്കുന്നു. മേക്കൊഴൂർ ഓർത്തഡോക്സ് സെൻറ്ററിൽ നവജ്യോതിയുടെ ചുമതലയിൽ ഹണി പ്രോജക്റ്റും ആരംഭിച്ചു. ഇവിടുത്തെ ഇടവകള വൈദികർ നല്ല നിലയിലുള്ളവരാണ്. അവർക്ക് വിചാരിച്ചാൽ ഈ സഭയ്ക്ക് എന്നും മാതൃകയായി തുമ്പോൺ ഭദ്രാസനത്തിൽ നിലനിർത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത്രയ്ക്ക് കഴിവുള്ളവരും ശേഷിയുള്ളവരുമാണ്. അത് നിവർത്തിക്കുവാൻ തക്കവണ്ണം അർപ്പണബോധത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. നമ്മുടെ ഭദ്രാസനമോ മറ്റു ഭദ്രാസനമോ സഭയിലെ മുഴുവൻ ഭദ്രാസനമോ ഇവിടെ ആധുനികതയുടെ അതിപ്രസരതയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ മൈക്കില്ലാതെ, കറണ്ടില്ലാതെ, ഫാനില്ലാതെ ഒക്കെ ശുശ്രൂഷകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്, സംബന്ധിച്ചിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ അച്ഛന്മാരോ തിരുമേനിമാരോ ഇതിനോടുള്ള അമിതമായ ഒരു ആശ്രയം ആവശ്യമില്ല. പുത്തിങ്കാവ് പള്ളിയിൽ എല്ലാവരും കൂടി മൈക്കും ഒന്നുമില്ലാതെ ആരാധിച്ചത് എടനാട് വരെ കേൾക്കാമെന്നുള്ളതിന് സാക്ഷിയാണ് ഞാൻ. അല്ലാതെ ഗായക സംഘക്കാരെ മാത്രം ഏൽപ്പിച്ച് കൂതാശകൾ ആയിക്കഴിഞ്ഞാൽ ഇതെന്തോ ഒരു വലിയ അപകടത്തിലേക്ക് പോകുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ സീനിയർ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ അധ്യക്ഷത വഹിക്കുന്നതിനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായി പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവയെ വാഴിക്കുന്നതിനും ചരിത്ര നിയോഗമുണ്ടായി. മലങ്കര സഭയിലെ വലിയ മെത്രാപ്പൊലീത്ത എന്ന ബഹുമതി ലഭിച്ച തിരുമേനി 2023 സെപ്റ്റംബറിൽ സ്ഥാനമൊഴിഞ്ഞു. വാർദ്ധക്യത്തിലും ഭദ്രാസനത്തിൻ്റെയും സഭയുടെയും ആത്മീയ തേജസ്സായി പരിലസിക്കുന്നു. 2010 മെയ് 12 കോട്ടയം ഏലിയ കത്തീഡ്രലിൽ മെത്രാപ്പൊലീത്തയായി ഉയർത്തപ്പെട്ട അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം തിരുമേനി ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരുന്നു. 2023 ജനുവരി 1 മുതൽ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ അസിസ്റ്റൻ്റായും സെപ്റ്റംബർ 14 മുതൽ മെത്രാപ്പൊലീത്തയായും സ്ഥാനമേറ്റു. പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് ഭദ്രാസനത്തെ ആത്മീയമായും ഭൗതികമായും വളർത്തുവാൻ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന തിരുമേനി ആധ്യാത്മിക സംഘടനകൾക്ക് നവോന്മേഷവും ഇടവക സന്ദർശനത്തിലൂടെ ഇടവകകൾക്ക് പുത്തൻ ഉണർവും സാമൂഹിക ഇടപെടലുകളിലൂടെ പൊതുസമൂഹത്തിൻ്റെ ഉത്കർഷവും ലക്ഷ്യം വയ്ക്കുന്നു. ചുരുങ്ങിയ കാലയളവിൽ നരിയാപുരം വൈദിക സദനം, തുമ്പമൺ ബത്സൈദ മിഷൻ ഹോം എന്നിവ ഭദ്രാസനത്തോട് ചേർക്കുന്നതിന് സാധിച്ചു. പ്രകാശധാര സ്കൂളിൻ്റെ 2ാം ഘട്ട വികസനം, ആസ്ഥാന നവീകരണം, ഭദ്രാസനത്തിലെ സുസ്ഥിര വികസനത്തിനുള്ള മാർഗങ്ങൾ, സ്വപ്നങ്ങളും വഴികളും വിശാലമാണ്.
ഈ ഭദ്രാസനം എൻ്റെ ഭദ്രാസനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല കാര്യങ്ങൾ പരിചയമുണ്ട്. ആ പരിചയം തീർച്ചയായിട്ടും ഭദ്രാസന ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുന്നുണ്ട്. മിക്കവാറും ദേവാലയങ്ങളെല്ലാം തന്നെ എനിക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് വൈദികരെ അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇടവകളെ അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഭൂപ്രദേശങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ഇടവകയുടെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് പ്രയോജനകരമായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഈ ആഘോഷ പരിപാടികൾക്ക് പ്രധാനമായും 3 ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി ഈ ഭദ്രാസനത്തെ നയിച്ച പൂർവ്വസൂരികളെ സ്മരിക്കുകയും അവരെക്കുറിച്ച് പുതിയ തലമുറയോട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പൂർവ്വപിതാക്കന്മാരായ എല്ലാ അഭിവന്യ പിതാക്കന്മാർ, വന്യ വൈദികർ, വിശ്വാസത്തിൻ്റെ ധീരതയോടെ ഈ ഭദ്രാസനത്തെ നയിച്ച ആത്മായ നേതാക്കൾ എന്നിവരെ ഈ സമയം സ്മരിക്കുന്നു. രണ്ടാമതായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചില പരിപാടികൾ ഇതിനോട് ചേർന്ന് ആവിഷ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭവനങ്ങളിൽ ഭക്ഷ്യകിറ്റ് എത്തിക്കുന്നതും വിധവമാർക്ക് ധനസഹായം നൽകുന്നതും ഒക്കെ ഉൾപ്പെടെയുള്ള അടുത്ത തലമുറയെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ പരിശീലിപ്പിക്കുക എന്നതുകൂടെ ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യമാണ്. മൂന്നാമതായി 150 വർഷമായി ഭദ്രാസനമായി ഇവിടെ ചെയ്ത ശുശ്രൂഷകൾ, സേവനങ്ങൾ, മറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ കാര്യങ്ങളെയും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ജൂബിലിയുടെ അനന്തര പ്രവർത്തനങ്ങളായി സഭയുടെ ഉദ്ദേശം, ലക്ഷ്യം സാധൂകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആത്മീയ വളർച്ച ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. തുമ്പോൺ ഭദ്രാസനത്തിലെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും ശക്തമായി മുന്നേറുന്നുണ്ട്. അത് കുറെ കൂടെ ശക്തമാക്കുകയും കുറെ കൂടെ വിശ്വാസം, ആരാധന, വേദപുസ്തകം തുടങ്ങിയ കാര്യങ്ങളിലെ പഠനം വിവിധ തലങ്ങളിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്ത് നിന്നും നോക്കിയാൽ കാണുന്ന തലയെടുപ്പുണ്ട്. മാർ ബേസിൽ ദേറ. കാത്തോലിക്കേറ്റ് കോളേജും അനുബന്ധ കെട്ടിടങ്ങളും ഭദ്രാസന ആസ്ഥാനവും കുന്തിരിക്കം മണക്കുന്ന ചാപ്പലും ശാന്ത നിദ്രയിലാണ്ട കല്ലറകളും. സഭാകവി CP ചാണ്ടി സാർ ശാന്തമായി ഉറങ്ങുന്ന മണ്ണാണിതെങ്കിലും അദ്ദേഹം ഇന്നും മലങ്കര സഭയുടെ ആരാധനകളിലൂടെ വളരെയധികം സജീവമാണ്. മലയാള ഭാഷയുടെ മറുകര കണ്ടയാൾ, സുറിയാനി സംഗീതത്തെ സന്നിവേശിപ്പിച്ചയാൾ, മലങ്കര സഭയുടെ മണിവീണ. ആരാധന സംസ്കാരത്തെയും വിശ്വാസ സംഹിതകളെയും ഒരു സുപ്രഭാതത്തിൽ സൗകര്യപൂർവ്വം അടർത്തി മാറ്റിയ നവീകത ചിന്താഗതികൾ ഉയർന്നു വന്നപ്പോഴും സ്ഥാനമാനങ്ങളും ആൾമഹത്വങ്ങളും അന്വേഷിച്ച് ബദനി സന്യാസ സമൂഹത്തിൽ നിന്നും സ്നേഹച്ചില്ലയിൽ കൂടുവച്ചവർ പിന്തിരിഞ്ഞിറങ്ങിയപ്പോഴും മാർത്തോമ ഹൃദയത്തിൽ പകർന്ന ദീപനാളവും അനുഷ്ഠാന പൈതൃകവും കൈകൾ ചേർത്ത് സംരക്ഷിച്ചവരാണ് തുമ്പമണ്ണിലെ മലങ്കര നസ്രാണികൾ. 1876 21 പള്ളികൾ ചേർത്താണ് തുമ്പമൺ ഭദ്രാസനം രൂപീകൃതമായത്. പിൽക്കാലത്ത് വിശ്വാസികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അതിൻ്റെ എണ്ണം പല മടങ്ങായി വർദ്ധിച്ചു. 1985 ചെങ്ങന്നൂർ ഭദ്രാസനം രൂപീകൃതമായപ്പോൾ 40 പള്ളികളും 2010 നിലയ്ക്കൽ ഭദ്രാസനത്തിന് 32 പള്ളികളും അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന് 1 പള്ളിയും തുമ്പമണ്ണിൻ്റെ ചരിത്ര ഭൂപടത്തിൽ നിന്നും ഹൃദയപൂർവ്വം സമ്മാനിക്കുകയുണ്ടായി. പൂർവ്വസൂരികളായ മാതാപിതാക്കന്മാരുടെ കഠിനമായ വിശ്വാസത്തിൻ്റെ ത്യാഗോജ്വലമായ നേട്ടം, പുണ്യമുള്ള ആചാര്യശ്രേഷ്ഠന്മാരുടെ വിശുദ്ധമുള്ള ജീവിതം ഈ ഭദ്രാസനത്തെ എന്നും എന്നേക്കും ഒന്നാമതായി കൊണ്ടുവരുവാനുള്ള ഇന്ന് അതിലേക്ക് പ്രവേശിക്കുവാനിടയായി. പുണ്യപിതാക്കന്മാർ ആരംഭിച്ചു വെച്ച ഈ ഭദ്രാസനം 150 വർഷം പിന്നിടുമ്പോൾ ഒന്നാമതായി ഈ ഭദ്രാസനം തലകളെ ദൈവത്തിനു മുമ്പാകെ വണക്കുന്നു. 14,000 ചില്ലുവാനം വീടുകളുള്ള തുമ്പമൺ ഭദ്രാസനം അതിൻ്റെ മുഴുവൻ ജനങ്ങളും ദൈവത്തെ മഹത്വപ്പെടുന്നതോടൊപ്പം തന്നെ പുതിയ നൂതനമായ പദ്ധതികൾ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ, ഒരു ഭദ്രാസനത്തിൻ്റെ ഒരു എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ നമുക്കേവർക്കും ആ സന്തോഷം പങ്കിടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നടത്തുന്നു. തുമ്പമണ്ണിൽ നിന്നും സമർപ്പിത സന്യസ്തരായി മഹാപുരോഹിത ശുശ്രൂഷയിലേക്ക് വിളിച്ചടുപ്പിക്കപ്പെട്ടിട്ടുള്ളവരെ ഭദ്രാസനം അതിൻ്റെ ചരിത്ര വഴികളിൽ സ്നേഹപുരസരം ഓർക്കുകയാണ്. ഇമ്പങ്ങളുടെ പറുദീസയിൽ വിലയിതരായ ഭാഗ്യസ്മരണാർഹരായ
പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫിലക്സിനോസ്, ദാനിയേൽ മാർ ഫിലക്സിനോസ്, ഫിലിപ്പോസ് മാർ യൗസേബിയോസ് എന്നിവരും ഇതര ഭദ്രാസനങ്ങളിൽ ഇടയന്മാരായി ശുശ്രൂഷ ചെയ്ത ഡോക്ടർ തോമസ് മാർ മക്കാരിയൂസ്, തോമസ് മാർ അത്താനാസിയൂസ്, ഗീവർഗീസ് മാർ ദിയസ് കോറോസ്, ഔഗൻ മാർ ദിവന്നാസിയോസ് എന്നിവരും വലിയ മെത്രാപ്പൊലീത്തായ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് തിരുമേനി ബേസിൽ ദയറ അംഗമായിരുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം ഇന്നും ഈ ആയുഷ്കാലത്തും മലങ്കരയുടെ ഇടയത്വ ശുശ്രൂഷ നിർവഹിക്കുന്ന ഇടവക മെത്രാപ്പൊലീത്തായി കൂടാതെ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ്, ഡോക്ടർ എബ്രഹാം മാർ സ്തേഫാനോസ് തുടങ്ങിയവരും. മലങ്കരയുടെ ഏറ്റവും വലിയ പ്രതിനിധി സഭയായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ്റെ 2 സമ്മേളനങ്ങൾക്ക് തുമ്പമൺ ഭദ്രാസനം നേതൃത്വം നൽകിയിട്ടുണ്ട്. 1989 ഡിസംബറിൽ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ 5 പേരെ മേൽപ്പെട്ട സ്ഥാനത്തേക്കും 108 പേരെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുത്തു. 2012 മാർച്ചിൽ പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ വൈദിക അൽമായ ട്രസ്റ്റിമാരെയും 129 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ വേരോടിയ മണ്ണാണ് തുമ്പമണ്ണിൻ്റേത്. യുവജന പ്രസ്ഥാനം, ബാലസമാജം, OVBS, നവജ്യോതി തുടങ്ങിയ പ്രസ്ഥാനങ്ങളെല്ലാം ഉടലെടുത്തത് ഇവിടെ തന്നെയായിരുന്നു. വിവിധ സംഘങ്ങളിലൂടെ സഭയെ ശക്തിപ്പെടുത്തിയത് കൊണ്ട് തന്നെ പിതാക്കന്മാർ തുമ്പമണ്ണിനെ മലങ്കര സഭയുടെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആത്മീയതയുടെ വാക്കും കേൾവികളും അലയടിക്കുമ്പോഴും അശാന്തിയുടെ നോവുകൾ പെരുകുന്ന കൺമുമ്പിലെ ചെറുകാലങ്ങളിൽ വിരൽത്തുമ്പിലെ ജലഗണം ഇറ്റിച്ചും തീരാതെ സ്നേഹവാക്ക് പറഞ്ഞും ഹൃദയപൂർവ്വം ഇനിയും നടക്കാൻ പ്രാർത്ഥനയുമായി തുമ്പമൺ ഭദ്രാസനം 150 സുവർണ ലിപികളെ കണ്ടും ചാരിതാർത്ഥ്യത്തോടെ കണ്ണടച്ചും കാലം ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞും ദൈവം ചോദിക്കുന്നത് കണക്ക് സൂക്ഷിച്ചും ഈ ആലയിലെ ആട്ടിൻപറ്റത്തിൻ്റെ സന്തോഷങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതെയും പുതിയ ജീവന്റെ കിഴക്കുണരുന്ന സൂര്യാംശുവിൻ്റെ പ്രഭയെ ധ്യാനിച്ചും ഇമ്പമായി ഈ തുമ്പമൺ. ചെറുനണികൾ മതിച്ചു വിളഞ്ഞു പഴുത്തൊരു മാർത്തോമായുടെ വിളനിലമേ, വിശ്വാസത്തിൽ പടുത്തുയർത്തിയ കരുത്തുരുക്കിൻ കോട്ടയിതേ, പിടഞ്ഞു പ്രാണൻ പോയാലും ഇനി വിടാതെ സത്യം ധർമ്മങ്ങൾ, തുമ്പമണി